പശ്ചിമേഷ്യയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങളെ ഒന്നടങ്കം വഞ്ചിച്ചുകൊണ്ട് അമേരിക്ക അവരുടെ സാമ്രാജ്യത്വ അജണ്ടയുമായി മുന്നോട്ടു പോവുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി ചമയുന്ന അമേരിക്ക അണിയറയിൽ ഇറാനെ വരിഞ്ഞു മുറുക്കാനുള്ള പടയൊരുക്കമാണ് നടത്തുന്നത്. വെടിനിർത്തൽ എന്നത് വെറും പ്രഹസനമാണ് എന്നും ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ അമേരിക്ക അവരുടെ സൈനിക സന്നാഹം വർദ്ധിപ്പിക്കുകയാണ് എന്നും പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായ USS ജോർജ് W. ബുഷ് കൂടി ഹോർമുസ് കടലിടുക്കിന് സമീപം എത്തിയതോടെ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകളുടെ എണ്ണം 3 ഉയർന്നിരിക്കുകയാണ്. USS ജെറാൾഡ് R. ഫോർഡും USS എബ്രഹാം ലിങ്കണും നേരത്തെ തന്നെ ഈ മേഖലയിൽ ഭീതി വിതയ്ക്കാൻ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ കടൽ തീരങ്ങളെ യുദ്ധക്കളമാക്കാനുള്ള അമേരിക്കൻ നീക്കത്തിന് പിന്നിൽ ഇറാന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുക എന്ന ഗൂഢലക്ഷ്യം മാത്രമാണുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ അങ്ങേയറ്റം പ്രകോപനകരമാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ നാവികസേനയുടെ ബോട്ടുകളെ വെടിവെച്ച് തകർക്കാൻ താൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന ട്രംപിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. സ്വന്തം അതിർത്തിയും സമുദ്രപാതയും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ശ്രമങ്ങളെ മൈൻ വിന്യാസമെന്ന് മുദ്രകുത്തി തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ ഭയന്നു നിൽക്കുന്ന രാജ്യമല്ല ഇറാൻ എന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. കടലിന്റെ അടിത്തട്ടിലുള്ള അമേരിക്കൻ അവശിഷ്ടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഇത്തരം സാഹസങ്ങൾ ഉപകരിക്കൂ. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ടോൾ ഏർപ്പെടുത്താനുള്ള ഇറാന്റെ തീരുമാനം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണ്. ലോകത്തിലെ എണ്ണ വാതക പ്രവാഹത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാന പാതയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹോർമുസ് ഒരു പ്രധാന പ്രതിരോധ കേന്ദ്രമായി മാറിയിരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിലും മേഖലയിലെ സമാധാനം നിലനിർത്തുന്നതിനുമാണ് ഇറാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള ആദ്യ വരുമാനം സെൻട്രൽ ബാങ്കിൽ എത്തിയെന്നത് ഇറാന്റെ സാമ്പത്തിക അതിജീവനത്തിന്റെ അടയാളമാണ്. അമേരിക്ക നടത്തുന്ന നാവിക ഉപരോധം ഇറാന്റെ എണ്ണ ഉൽപാദനത്തെ ബാധിക്കുമെന്ന് അവർ കരുതിയെങ്കിൽ അവർക്ക് തെറ്റി. ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ വർദ്ധിപ്പിക്കുക മാത്രമേയുള്ളൂ. ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള 30ഓളം രാജ്യങ്ങൾ അമേരിക്കയുടെ പക്ഷം ചേർന്ന് സമ്മർദ്ദം ചെലുത്തുമ്പോഴും ഹോർമുസിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ഇറാൻ തയ്യാറല്ല. ഇനി യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് ഹോർമുസ് മടങ്ങി വരില്ല എന്ന് ഇറാന്റെ മുന്നറിയിപ്പ് വെറും വാക്കല്ല. അമേരിക്കയുടെ സഖ്യകക്ഷികളും എത്ര തന്നെ യുദ്ധക്കപ്പലുകളും നിരത്തിയാലും ഇറാന്റെ ആത്മവീര്യത്തെ തകർക്കാൻ അവർക്ക് കഴിയില്ല. മേഖലയിലെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് ലോകത്തിനിന്ന് വ്യക്തമായി തന്നെ അറിയാം. ഉപരോധങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും ഇടയിലും സ്വന്തം മണ്ണും കടലും സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നത് അവർ തെളിയിച്ചതാണ്. ഹോർമുസ് കടലിടുക്കിലെ ഓരോ തിരമാലയും പറയുന്നത് ഇറാന്റെ അതിജീവനത്തിന്റെ കഥയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. സാമ്രാജ്യത്വ ശക്തികളുടെ പടക്കപ്പലുകൾക്ക് മുന്നിൽ തല കുനിക്കാത്ത ഒരു ജനതയുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നതാണ് അവരുടെ ആത്മവിശ്വാസം.